ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രവാചകന്മാരിൽ തലവനായ മോശ 40 ദിവസം ഉപവസിച്ചു. ഏലിയ പ്രവാചകനും 40 ദിവസം ഉപവസിച്ചു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവും 40 ദിവസം ഉപവസിച്ചു. അതുവഴി നാമും അതിൻ്റെ സൂചനകൾ, മാതൃക മനസ്സിലാക്കി ഈ സത്യാനന്തര കാലത്തും ഉപവസിക്കുന്നു. നോമ്പും ഉപവാസവും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന ആധ്യാത്മിക ശൈലികളാണ്. അത് വിനയത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അനുതാപത്തിൻ്റെ മഹിമ നമുക്ക് മുമ്പാകെ വെളിപ്പെടുത്തുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിന്, സ്നേഹിക്കുന്നതിന്, കൂട്ടായ്മയിലേക്ക് നയിക്കുന്നതിന്, കൂട്ടായ്മയുടെ ഭാഗമായി തീരുന്നതിന് നമ്മെ പ്രചോദിപ്പിക്കുന്നു. തിന്മയെ മനസ്സിലാക്കുകയും വിവേചനപൂർവം അതിൽ നിന്നും അകന്നു നിന്ന് സത്യത്തെ പുൽകുന്നതിനും നോമ്പ് നമ്മെ പരിശീലിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് നോമ്പ് നോറ്റതിനെ സംബന്ധിച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവൻ 40 പകലും 40 രാവും ഉപവസിച്ചു. ആ ഉപവാസത്തിൽ കൂടി പ്രാപിച്ച ആത്മീക ഊർജം വഴി പിശാച് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ കർത്താവിനായി. ഈ കല്ല് അപ്പമാക്കുക, മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, എല്ലാം നിനക്ക് തരാം, എനിക്ക് മുമ്പാകെ നീ നമസ്കരിക്കുക. ഇത്തരത്തിലുള്ള ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നീ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞു. നമുക്കും ഈ കാലത്ത് പ്രക്ഷുബ്ധമായ ഈ ലോക സാഹചര്യത്തിൽ തിന്മയെ അകറ്റി നിർത്തുന്നതിനും സത്യത്തിൻ്റെയും നന്മയുടെയും നീതിയുടെയും വിനയത്തിൻ്റെയും ഭാഗമായി നിലകൊള്ളുന്നതിനും നോമ്പ് സഹായകരമാണ്. നോമ്പ് നമ്മെ ദൈവീകരാക്കും. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ഉൾക്കാഴ്ച നമുക്ക് പകർന്നു നൽകും. ആത്യന്തികമായി ഇത് നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും അവൻ്റെ മുറിവുകളെ പുൽകുന്നതിനും അവനോടൊപ്പം കബറടക്കപ്പെടുന്നതിനും അവനോടൊപ്പം ഉയിർത്തെഴുന്നേൽക്കുന്നതിനുമുള്ള പ്രാപ്തി, കൃപ നമുക്ക് നൽകുന്ന അവസ്ഥയാണ്. ഈ നോമ്പ് അനേകർക്ക് ആത്മീക ഊർജം പകരുന്നു. വിഭവങ്ങൾ വളരെ ക്രമീകൃതമായ വിധത്തിൽ ശ്രദ്ധയോടെ ഉപയോഗിക്കണം എന്ന് നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ചുറ്റുപാടുകളിലും കാണുന്ന എല്ലാ കാര്യങ്ങളും ദൈവികമാകുന്നതിന് നാം താല്പര്യപൂർവ്വം പരിശ്രമിക്കണം. അതിന് നീതിയുടെ വക്താക്കളായി തീരണം എന്ന് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് ആധ്യാത്മിക ചൈതന്യം ഏറെ ലഭിക്കുന്ന ഒരു കാലയളവാണ് നോമ്പ്. നാം ഓരോരുത്തരും ഈ ആത്മീക ഊർജം പ്രാപിച്ച് അത് ഈ ലോകത്തിലേക്ക് സംവേദിപ്പിക്കുവാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന, അതിന് പ്രചോദനം നൽകുന്ന ഒരു കാലയളവും കൂടെയാണ് നോമ്പ്. അപ്രകാരം ഒരാധ്യാത്മിക പരിശീലനം, അനുതാപത്തിലേക്ക് നയിക്കുന്ന മാർഗദർശകം, വിനയാന്വിതമായ ജീവിതത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആധ്യാത്മിക പരിശീലനം, കൂട്ടായ്മയുടെ സൗന്ദര്യം, മനോഹാരിത, അതിൻ്റെ സുഗന്ധം സ്വീകരിക്കുന്നതിന് ഇടയാക്കുന്ന ആധ്യാത്മിക ശൈലി, ഇങ്ങനെയൊക്കെ നോമ്പിനെ നമുക്ക് വിലയിരുത്തുവാനും മനസ്സിലാക്കാനും കഴിയും. നമ്മുടെ പൂർവികരായവർ അവരെല്ലാവരും ഈ നോമ്പിനെ സ്വീകരിച്ച് നോമ്പ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർത്ത് ദൈവിക ചൈതന്യം പ്രാപിച്ച് നമ്മളിലേക്ക്, തലമുറകളിലേക്ക് സംവേദിപ്പിച്ചു. നമുക്കും ഇപ്രകാരം പരിശുദ്ധ നോമ്പിൽ നിന്നും പ്രാപിച്ച ഊർജം നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനും ഇടയാകേണ്ടുന്നതുണ്ട്. ഈ നോമ്പുകാലം നമുക്കേവർക്കും അനുഗ്രഹകരമായി മുന്നോട്ട് പോകുന്നതിന് ഇടയായതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്റെ നോമ്പ് വഴി നീ പൈശാചിക ശക്തികളെ വിജയിച്ചതുപോലെ ഞങ്ങൾക്കും പരിശുദ്ധ നോമ്പിലൂടെ തിന്മയുടെ എല്ലാ കഠോരമായ കെണികളെയും അതിജീവിക്കുന്നതിനും പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനും ഞങ്ങൾക്ക് സഹായിക്കണമേ. കരുണ ഞങ്ങൾക്ക് അതിനുവേണ്ടി ചൊരിഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.